hello. Welcome to a brand new video of BioOcean. And നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച പോലെ we were studying this first chapter of NCERT plus one textbook, The Living World. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിൽ അത് പഠിച്ചു കഴിഞ്ഞു. We have some left. അപ്പം ഇന്ന് നമ്മൾ അതായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക. So as you all know, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത് pretty ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. ആൻഡ് ഇന്നലത്തെ നമ്മളുടെ സെഷനിൽ നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്നും അതിനെങ്ങനെയാണ് അതിൻ്റെ റൂൾസ് വരുന്നത്, ഹൗ ഡു വി നെയിം ദീസ് ഓർഗാനിസംസ്, ഒന്ന് രണ്ട് ഓർഗാനിസംസിന്റെ പേര് പഠിച്ചു അല്ലേ. മാംഗോന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ. ആൻഡ് അതുകൂടാതെ നമ്മൾ റൂൾസ് കൂടാതെ കുറച്ച് ടേംസും കൂടെ നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലൈക്ക് വി ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ദെൻ ടാക്സോണമി, അങ്ങനത്തെ കുറച്ച് വാക്കുകളും കൂടെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടിട്ടുണ്ടായി അല്ലേ. ആൻഡ് വി ഫിനിഷ്ഡ് ബൈ സംതിങ് കോൾഡ് സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ടോപ്പിക് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിസ് ടാക്സോണമിക് കാറ്റഗറീസ് മുതൽ നമ്മൾ ഇന്നായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. സോ വി വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് ദിസ് ടാക്സോണമിക് വീഡിയോസ് ടുഡേ. Not taxonomic videos, it's taxonomic categories today. Okay, അപ്പോൾ നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസ് ആയിരിക്കും ഇന്ന് പഠിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ടാക്സോണമിക് കാറ്റഗറീസിൽ നമ്മൾക്ക് അല്പം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷേ എളുപ്പമാണ്, അത്യാവശ്യം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ വിൽ സ്റ്റാർട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒറ്റ സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു പ്രോസസ്സ് അല്ല, ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു പ്രോസസ്സും അല്ല ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പാസ് ത്രൂ എ സർട്ടൺ സ്റ്റെപ്സ്. ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനിലുള്ള ഓരോ സ്റ്റെപ്പും ദാറ്റ് ഈസ് എ കാറ്റഗറി, അല്ലെങ്കിൽ ഒരു റാങ്ക് ആണ് അല്ലെ. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ ആ കാറ്റഗറീനെയാണ് നമ്മൾ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ. സപ്പോസ് നമ്മൾ ഇന്നലെ ചൂസ് ചെയ്തിട്ടുള്ള ഓർഗാനിസംസ് തന്നെ നമ്മൾക്ക് എടുക്കാം. ഞാനൊരു ബോക്സിൽ നിങ്ങൾക്ക് ഒരു കാക്കയും ഒരു ചിത്രശലഭവും ഒരു മീനും ഒരു കുരങ്ങനും തരുന്നു. ഓക്കെ. അപ്പൊ എനിക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത്. പറക്കുന്നവരും പറക്കാത്തവരും. സോ പറക്കുന്നവർ പറക്കാത്തവർ, ദാറ്റ് വിൽ ബി ദ പറക്കുക, ഫ്ലൈ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഈ കാറ്റഗറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതല്ലാതെ എനിക്ക് വേറൊരു കാറ്റഗറിയും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് വെള്ളത്തിലുള്ളതും കരയിലുള്ളതും അല്ലേ. വെള്ളത്തിലുള്ളത് മത്സ്യമാണ്, കരയിലുള്ളത് ബാക്കിയുള്ള ലൈക്ക് എല്ലാ ജീവികളും. അപ്പൊ അത് അടുത്തൊരു കാറ്റഗറി ആയിട്ട് മാറും. സോ ഇങ്ങനെ വരുന്ന കാറ്റഗറീസിനെയാണ് നമ്മൾ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അതിനകത്ത് ചെറിയ കാറ്റഗറീസ് ഉണ്ടായിരിക്കും, വലിയ കാറ്റഗറീസും ഉണ്ടായിരിക്കും. ആൻഡ് നമ്മൾക്ക് ഈ കാറ്റഗറീസിനെ ചെറുത് മുതൽ വലുത് വരെയോ അല്ലെങ്കിൽ വലുത് മുതൽ ചെറുത് വരെയോ അറേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും. ആൻഡ് അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് വി കോൾ ഇറ്റ് ആസ് ടാക്സോണമിക് ഹയറാർക്കി. നമ്മൾ അതിനെ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടത്. ആൻഡ് ഇതിനകത്ത് ഓരോരോ യൂണിറ്റ്സിനെ നമ്മൾ ടാക്സോൺ എന്ന് പറഞ്ഞ് വിളിക്കും, അല്ലെങ്കിൽ ടാക്സ എന്ന് പറയുന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിവേ രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ദാറ്റ് ഈസ് ലൈക്ക് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാറ്റഗറീസിനെ നമ്മൾ ടാക്സോണമിക് കാറ്റഗറി എന്നും, ആൻഡ് ആ കാറ്റഗറിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർഡർ വൈസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് ടാക്സോണമിക് ഹയറാർക്കി എന്നുള്ളതുമാണ്. ഈ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ഹാർലസ് ലിനിയേഴ്സ് തന്നെയാണ് കൊണ്ടുവന്നത്. അദ്ദേഹം ഇതുപോലെ ടാക്സോണമിക് ഹയറാർക്കി അറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾക്ക് അറിയാവുന്നതാണ്. ആൻഡ് ഐ ഹോപ്പ് യു റിമെമ്പർ അബൌട്ട് ദാറ്റ്. ഓക്കെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ടാക്സോണമിക് ഹയറാർക്കി എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ലിനിയേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്നതാണ്. ഓക്കെ. എനിവേ വിൽ കം അപ്പ് ടു ദാറ്റ്. നമ്മൾക്ക് ഏറ്റവും ആദ്യം പഠിക്കാനുള്ള ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്പീഷീസ്. നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആൻഡ് അനിമൽ വേൾഡിൽ ഏറ്റവും ചെറിയ കാറ്റഗറിയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡിവിജ്വൽസ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ അവർക്ക് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും. സിമിലാരിറ്റീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് സ്പീഷീസ്. ഇപ്പൊ മനുഷ്യൻ ഒരാൾ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എൻ ഇൻഡിവിജ്വൽ. അവരൊരു ഗ്രൂപ്പ് ആയിട്ട് മാറുമ്പോൾ അവർ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അല്ലെ. ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വി ഹാവ് എ ബോഡി, രണ്ട് കൈ, രണ്ട് കാല്, ഒരു തല, ഇതെല്ലാം ഉണ്ട്. ദാറ്റ്സ് ഓൾ സിമിലാരിറ്റീസ്. ആൻഡ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ പെടുന്ന എല്ലാവർക്കും ഇതേ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഒരു സ്പീഷീസിൽ ബിലോങ് ചെയ്യും.
അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ പഠിച്ച മാൻജിഫെറ ഇൻഡിക്ക, ഇതാണ് നമ്മുടെ മാങ്ങയുടെ സയന്റിഫിക് അല്ലെ. നമ്മൾ ഇന്നലെ പഠിച്ച മാൻജിഫെറ ഇൻഡിക്ക സൊളാനം ട്യൂബറോസം, ഇതൊരു പുതിയ സയന്റിഫിക് നെയിം ആണ്, നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ള ഒരു സയന്റിഫിക് നെയിം ആണ്, ദാറ്റ് ഇസ് പൊട്ടേറ്റോ. സൊളാനം വെച്ച് തന്നെയാണ് നമ്മളുടെ ബ്രിഞ്ചോളിന്റെ സയന്റിഫിക് നെയിമും തുടങ്ങുക കേട്ടോ. ഓക്കെ, സൊളാനം ട്യൂബറോസം എന്ന് പറയുന്നത് പൊട്ടേറ്റോ ആണ്. ദെൻ പാന്തറ ലിയോ, മൂന്നാമത്തെ സയന്റിഫിക് നെയിം നമ്മൾ പഠിക്കുകയാണ് പാന്തറ ലിയോ. ലിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമായിരിക്കും അല്ലെ, ലയൺ. ഓക്കെ, ഇവര് മൂന്ന് പേരും യൂഷ്വലി പല പല സ്പീഷീസുകളാണ്. ലയൺ ഒരു സ്പീഷീസ് ആണ്, പൊട്ടേറ്റോ ഒരു സ്പീഷീസ് ആണ്, മാംഗോ ഒരു സ്പീഷീസ് ആണ്, പലരും ഒരു സ്പീഷീസ് ആണ്. പക്ഷെ ഈ സയന്റിഫിക് നെയിം നമ്മൾ എഴുതുന്നുണ്ടല്ലോ, അതില് സെക്കൻഡ് വേർഡ് ദാറ്റ് ഈസ് മാൻജിഫെറ ഇൻഡിക്കയിലെ ഇൻഡിക്ക, അതുപോലെ തന്നെ നമ്മളുടെ സൊളാനം ട്യൂബറോസത്തിലെ ട്യൂബറോസം, ദെൻ പാന്തറ ലിയോയിലെ ലിയോ, ഇതൊക്കെ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ നമ്മളുടെ ഫസ്റ്റ് വേർഡ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് മാൻജിഫെറ അല്ലെങ്കിൽ സൊളാനം അല്ലെങ്കിൽ പാന്തറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ നെയിംസ് ഉണ്ടല്ലോ, ഇവർ റെപ്രസെന്റ് ചെയ്യുക ജനറേനെ അല്ലെങ്കിൽ സ്പീഷീസിനേക്കാൾ കുറച്ചും കൂടെ വലിയ ഒരു കാറ്റഗറിയാണ് ജീനസ് നെയിം അല്ലെങ്കിൽ ജനറ എന്നൊക്കെ പറയുന്നത്, അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഒരു ജീനസിലുണ്ടല്ലോ ആക്ച്വലി ഒന്നിൽ കൂടുതൽ സ്പീഷീസ് നെയിമുകൾ ഉൾപ്പെടും, അല്ലെങ്കിൽ ഒരു ജീനസിൽ ഒന്നിൽ കൂടുതൽ സ്പെസിഫിക് എപ്പിത്തറ്റ്സ് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഹോമോ എന്ന് പറയുന്നത് ഒരു ജനറയാണ്. ഹോമോ സാപ്പിയൻസിനെ നമുക്കറിയാം, സാപ്പിയൻസ് ഒരു സ്പീഷീസ് ആണ്. ഹോമോ ഹാബിലിസിനെ നമ്മൾക്കറിയാം, ഹാബിലിസ് ഒരു സ്പീഷീസ് ആണ്. ഹോമോ ഇറക്ടസ് നമ്മൾക്കറിയാം, ഇറക്ടസ് ഒരു സ്പീഷീസ് ആണ്. അപ്പോൾ പല സ്പീഷീസും കൂടെ നമ്മൾക്ക് എവിടെ കാണാൻ പറ്റും? ഒരു ജീനസിന്റെ അണ്ടറിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പാന്തറയാണ്. പാന്തറ എന്ന് പറയുന്നത് ഒരു ജീനസ് ആണ് അല്ലെ. അതിനകത്ത് ലിയോ എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അത് ലയൺ ആണെന്നുള്ളത് പറഞ്ഞു. അത് കൂടാതെ ഇതിൽ വരുന്ന മറ്റൊരു സ്പീഷീസ് ആണ് ടൈഗ്രസ്. ടൈഗ്രസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ടൈഗർ. അപ്പൊ പാന്തറ ടൈഗ്രസും പാന്തറ ലിയോയും, ലയണും ടൈഗറും ഒരു ജീനസിലാ വരുന്നുണ്ടായിരിക്കുക. സിമിലർലി സൊളാനം ട്യൂബറോസ് നമ്മൾ പറഞ്ഞു പൊട്ടേറ്റോയാണ്, ഇത് സൊളാനം എന്ന് പറഞ്ഞ ജനറയിൽ പെടുന്നു. ദെൻ സൊളാനം നിഗ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ഉണ്ട്. സൊളാനം നിഗ്രം ആണ് ആക്ച്വലി നമ്മളുടെ ഈ പറഞ്ഞ ബ്രിഞ്ചോൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സൊളാനം നിഗ്രം എവിടെ വരും? ദിസ് ഇസ് ആക്ച്വലി ബിലോങ്ങിങ് ടു ഈ പറഞ്ഞ പോലെ നമ്മളുടെ സൊളാനം എന്ന് പറഞ്ഞിട്ടുള്ള ജനറൽ. ട്യൂബറോസും ആണെങ്കിലും നിഗ്രോ ആണെങ്കിലും ഒക്കെ നമ്മളുടെ സൊളാനം എന്ന് പറഞ്ഞ ജനറലാണ് വരാം. ഇപ്പൊ നമ്മൾ ഹോമോ സാപ്പിയൻസിന്റെ കാര്യം പറഞ്ഞു അല്ലെ, സാപ്പിയൻസ് ഉണ്ട്, അത് ഏത് ജീനസിലാണ് വരുന്നതായിരിക്കുക? ഹോമോ എന്ന് പറഞ്ഞ ജീനസിലാണ് വരുന്നതായിരിക്കുക. അതുകൊണ്ടാണ് മനുഷ്യന്റെ പേര് ഹോമോ സാപ്പിയൻസ് ആയിട്ട് മാറിയത്. ഹോമോ സാപ്പിയൻസ് മാത്രമല്ല, വേറെയും ഹോമോ പെടുന്ന ലൈക്ക് ജീവികൾ ഉണ്ടായിരുന്നു അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് വിച്ച് ആർ ഹാവിംഗ് ക്വൈറ്റ് സിമിലാരിറ്റീസ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? സ്പീഷീസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഇനി സെക്കൻഡ് വൺ ആണ്, അടുത്ത ലെവലാണ് അല്ലെങ്കിൽ ടാക്സോണമിക് കാറ്റഗറി ആണ് ജീനസ് എന്ന് പറയുന്നത്. സ്പീഷീസ് ഏറ്റവും ചെറുതാണെന്ന് പറഞ്ഞു, സ്പീഷീസിൽ കുറച്ചും കൂടെ വലിയ ഒരു കാറ്റഗറിയാണ് ജീനസ്. ജീനസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഗ്രൂപ്പാണ്. എവറി കാറ്റഗറി ഈസ് എ ഗ്രൂപ്പ്. ഓക്കെ, ആൻഡ് ഈ ഗ്രൂപ്പില് റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കോമൺ ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്ന ഒരുപാട് സ്പീഷീസ്, റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസ് എവിടെ വരും? ജീനസിൽ വരും. പിടികിട്ടിയോ? അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? ജീനസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. സ്പീഷീസിനകത്ത് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ളതിന്റെ കൂട്ടത്തെയാണ് നമ്മൾ ജീനസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, പൊട്ടാറ്റോയും ബ്രിഞ്ചോളും രണ്ടും ഡിഫറെന്റ് സ്പീഷീസ് ആണ്. പക്ഷെ സൊളാനം എന്ന് പറഞ്ഞ ജീനസിൽ വരും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സിമിലർലി ലയണും ടൈഗറും ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരാളും കൂടെ പുതിയതായിട്ട് പഠിക്കാനുണ്ട് ഇവിടെ. ലെപ്പേർഡ് എന്ന് പറയുന്നത് പി പാർഡസ് എന്ന് പറഞ്ഞാൽ എന്താ? പാന്തറ പാർഡസ്. പാന്തറയുടെ ഷോർട്ട് ഫോം ആണ് ഈ പി ഡോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് കേട്ടോ. പാന്തറ പാർഡസും അതുപോലെ ടൈഗറും ലയണും എല്ലാവരും ഏത് ജീനസിലാണ് വരുന്നുണ്ടായിരിക്കുക? ദേ വിൽ ബി ഓൾ ബിലോങ്ങിങ് ടു ദ ജീനസ് കോൾഡ് ആസ് പാന്തറ. പിടികിട്ടിയോ? പിന്നെ അതുപോലെ തന്നെ ഫിലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീനസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാവരും ആരായിരിക്കും? പൂച്ചകളായിരിക്കും. ദെൻ ദർ ഇസ് കാനിസ്. കാനിസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കാനിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി ഡോഗിന്റെ ഇതാണ് കേട്ടോ. കാനിസ് ലൂപ്പസ് ഫെമിലിയാറിസ് എന്നാണ് ഡോഗിന്റെ പേര് തന്നെ. അപ്പൊ കാനിസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ നായകളും പെടും. പിടികിട്ടിയോ? അങ്ങനെ. ഇനി അടുത്ത വലിയ കാറ്റഗറി, ജീനസിലും വലുതാണ് ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? റിലേറ്റഡ് ആയിട്ടുള്ള ജനേറയുടെ ഗ്രൂപ്പ് ആയിരിക്കും.
എന്ന് വെച്ചാൽ ഒരുപാട് ജീനസുകളെ അഗ്രിഗേറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവർക്ക് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും, അല്പം സിമിലാരിറ്റീസ്, ഒരുപാട് സിമിലാരിറ്റീസ് ഒന്നുമില്ല, ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ആയിരിക്കും. ജീനസിനെയും സ്പീഷീസിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കുറച്ച് കുറവ് സിമിലാരിറ്റീസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, യെസ്. ആൻഡ് നമ്മൾ ഇവിടെ ഒരു ഫാമിലിനെ പറ്റി പഠിക്കാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഇസ് ലൈക്ക്, ഇപ്പൊ നമ്മൾ ജനേറ പഠിച്ചു, ജനേറയ്ക്കകത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരെണ്ണമായിരുന്നു സൊളാനം. സൊളാനം പോലെ തന്നെ മറ്റൊരു ജനേറയാണ് പെറ്റൂണിയ, മറ്റൊരെണ്ണമാണ് ഡെറ്റ്യൂറ. ഇവരെല്ലാവരും പല പല ജനേറയാണെങ്കിലും ഇവർ തമ്മിൽ കുറച്ച് എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ അതിനെ ഒരു ഫാമിലിയിൽ കൊണ്ടിരുത്തും. ദാറ്റ് ഫാമിലി ഈസ് സൊളാനേസിയെ. പൊട്ടേറ്റോന്റെയും ബ്രിഞ്ചോളിന്റെ ഒക്കെ ഫാമിലിയാണ് എന്ത്, സൊളാനേസിയെ എന്ന് പറയുന്നത്. സിമിലർലി പാന്തറ നമ്മൾ പറഞ്ഞതാണ്, പാന്തറ എന്ന് പറയുന്ന ജിനസ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഫെലിസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ പൂച്ചകളുടെ അല്ലെ. അപ്പൊ പാന്തറയും ഫെലിസും ഒക്കെ ഒരു ഫാമിലിയിലാണ് വരുന്നതായിരിക്കും, ദാറ്റ് ഈസ് ഫെലിഡെ. അപ്പൊ പൂച്ചകളുടെയും അതുപോലെ തന്നെ ലയണിന്റെ ഒക്കെ ഒരു ഫാമിലി ഏതാണ്, ദാറ്റ് ഈസ് ഫെലിഡെ. പിടികിട്ടിയോ? അപ്പൊ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ള നമ്മളുടെ ജീനസുകളുടെ ഒരു ഗ്രൂപ്പിന് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഫാമിലി എന്ന് പറയാൻ പറ്റും. ഫാമിലിനേക്കാളും വലിയ ഒരു ലെവലാണ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ടാക്സോണമിക് കാറ്റഗറിയാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ദാറ്റ് ഈസ് അസംബ്ലേജ് ഓഫ് ഫാമിലീസ്. ഫാമിലീസ് അസംബിൾ ചെയ്തിരിക്കും, പല പല ഫാമിലീസ് എന്ത് ചെയ്യും, കമ്പൈൻഡ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഈ ഒരു ലെവല് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടാക്സോണമിക് ഹയറാർക്കിയിൽ മുകളിലോട്ട് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ലെവൽസിലോട്ട് എത്തുന്തോറും അവർ തമ്മിലുള്ള അവിടെയുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ അവിടെയുള്ള കാറ്റഗറീസ് തമ്മിലുള്ള സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് കുറഞ്ഞു വരും. സ്പീഷീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓർഗാനിസംസ് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു. അത് കുറഞ്ഞാണ് ഫാമിലി വരെ പോയത് അല്ലെ. ആൻഡ് സിമിലർലി ഓർഡറിലോട്ട് എത്തുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഇനിയും കുറെ കൂടെ ക്യാരക്ടറിസ്റ്റിക്സ് കുറഞ്ഞു പോകും. പിടികിട്ടിയ. ആൻഡ് വളരെ ലെസ് നമ്പർ ഓഫ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ ഈ ഫാമിലീസ് തമ്മിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് ഇതിനൊരു എക്സാമ്പിൾ പറയുന്നതാണ് സൊളാനേസിയ എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി നമ്മൾ പറഞ്ഞു, പൊട്ടേറ്റോന്റെ ഫാമിലി അല്ലെ. കൺവോൾവളീസിയെ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഫാമിലി ഉണ്ട്. ഇവരെല്ലാവരും ഒരു ഓർഡറിലാണ് വരുന്നതായിരിക്കും. ദാറ്റ് ഓർഡർ ഈസ് പോളിമോണിയൽസ്. പോളിനോമിയൽസ് എന്നൊക്കെ പറയാനുള്ള ഒരു ടെൻഡൻസി വരും, പക്ഷെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇറ്റ് ഈസ് പോളിമോണിയൽസ്. പിടികിട്ടിയോ? പോളിമോണിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറിലായിരിക്കും ഇവർ വരിക. സിമിലർലി നമ്മൾ പറഞ്ഞ ഫെലിഡേ എന്ന് പറയുന്നത് പൂച്ചയുടെ അല്ലെ. കെനിഡേ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നായയുടെ ഫാമിലിയാണ് കേട്ടോ, പട്ടിയുടെ ഫാമിലിയാണ് കെനിഡേ എന്ന് പറയുന്നത്. ഫെലിഡേ നമ്മൾ പറഞ്ഞു പൂച്ചയും അതുപോലെ ലയൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പെടുന്ന ഫാമിലിയാണ്. ഇവരെല്ലാവരും വരുന്ന ആ ഒരു നമ്മളുടെ ഓർഡർ ആണ് കാർണിവോറ എന്ന് പറയുന്നത്. കാർണിവോറ ബിക്കോസ് ഇവർ എന്താണ്, കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ കാർണിവോറ എന്ന് പറയുന്നതായിരിക്കാം. പിടികിട്ടിയോ? യെസ്. Then comes the another level അല്ലെങ്കിൽ another category which is class. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇവിടെ ഓർഡർ പ്രൈമേറ്റ, കൊരങ്ങൻ, ഗിബൺ, ചിമ്പാൻസി അവരൊക്കെ ഇല്ലേ, അവരെല്ലാവരും വരുന്ന ഒരു ഓർഡർ ആണ് പ്രൈമേറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച ഇപ്പം നമ്മുടെ പൂച്ചയും നായയൊക്കെ വരുന്ന ഓർഡർ ആണ് ഓർഡർ കാർണിവോറ എന്ന് പറയുന്നത്. ഇവരൊക്കെ പെടുന്ന ഒരു ക്ലാസ് ആണ് ക്ലാസ് മമേലിയ. മമേലിയ എന്ന് വെച്ചാൽ സസ്തനികൾ എല്ലാവരും പെടും. സസ്തനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന എല്ലാവരും പെടുന്ന ഒരു ക്ലാസ് ആണിത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നായ പെടും, പട്ടി പെടും, പൂച്ച പെടും, ടൈഗർ പെടും, എല്ലാവരും പെടും. പിടികിട്ടിയോ? മറ്റ് ക്ലാസ്സസ് ഉണ്ട് നിങ്ങൾക്ക്, പക്ഷെ ഇവിടെ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ, വേറെ ക്ലാസ്സസ് ഒന്നും ഇല്ല. ഇനി അടുത്ത വലിയ ഒരു കാറ്റഗറിയാണ് ദാറ്റ് ഇസ് ഫൈലം. ഫൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല പല ക്ലാസ്സസ് കമ്പൈൻ ചെയ്യും. ഓക്കെ, ക്ലാസ്സസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് ഫൈലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ അത് അനിമൽസിൽ മാത്രമേ നമ്മൾ ഫൈലം എന്ന് പറയുള്ളൂ. പ്ലാന്റ്സിലാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്ലാസ്സസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഫൈലം എന്ന് വിളിക്കില്ല, പകരം ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഡിവിഷൻ എന്ന് പറയും നമ്മൾ കേട്ടോ, മറക്കരുത്. പ്ലാന്റ്സിന്റെ കേസാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യു ഹാവ് ടു മെൻഷൻ ദാറ്റ് ഇറ്റ് ഈസ് ഡിവിഷൻ. അതല്ല അനിമൽസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫൈലം. ഓക്കെ, last and the very large huge category is kingdom. പല പല ഫൈലങ്ങൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഏറ്റവും വലിയ കാറ്റഗറിയാണ് കിങ്ഡം എന്ന് പറയുന്നുണ്ടായിരിക്കുക. ആൻഡ് ഈ കിങ്ഡത്തിലാണ് ഒരുപാട് ഓർഗാനിസംസ് ഉള്ളത്. പക്ഷെ
സിമിലാരിറ്റീസ് വീണ്ടും കുറവായിരിക്കും. നമ്മൾക്ക് ആകെ കൂടി ഇതുവരെ നമ്മൾ 2 കിങ്ഡംസ് ആണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ദാറ്റ് ഈസ് കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത് അനിമൽസിന്റെ കിങ്ഡം. ദെൻ കിങ്ഡം പ്ലാന്റേ ഈസ് ദേർ. ദാറ്റ് ഈസ് പ്ലാന്റ്സിന്റെ കിങ്ഡം. പിടികിട്ടിയോ? ആൻഡ് ദിസ് ഈസ് ഹൗ ദ ടാക്സോണമിക് ഹയറാർക്കി കംസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഏറ്റവും ചെറുതാണ് ആര്? സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പീഷീസ് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് വൺ ആണ് ജീനസ്. അപ്പൊ സ്പീഷീസിനെക്കാളും കുറച്ച് വലിയ ഒരു കാറ്റഗറിയാണ്, പക്ഷെ അവിടെയുള്ള സിമിലാരിറ്റീസ് കുറവായിരിക്കും. അതിലും വലിയ കാറ്റഗറിയാണ് ഫൈലം. അഗെയിൻ സിമിലാരിറ്റീസ് അടുത്ത വലിയ കാറ്റഗറിയാണ് ഫാമിലി. ഐ എം സോറി, ഫാമിലി. പക്ഷെ അവിടെ സിമിലാരിറ്റീസ് കുറവായിരിക്കും. ഫാമിലി കഴിഞ്ഞ് വരുന്ന അടുത്ത കാറ്റഗറിയാണ് ഓർഡർ എന്ന് പറയുന്നത്. അഗെയിൻ സിമിലാരിറ്റീസ് കുറയും. ഓർഡർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വലുത് വരുന്നത് ദാറ്റ് ഈസ് ക്ലാസ്. ക്ലാസ് കഴിഞ്ഞ് വരുന്നത് ദാറ്റ് ഈസ് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. ഫൈലം നമ്മളുടെ അനിമൽസിന്റെ കേസിലാണ് അല്ലെ, അനിമൽസിന്റെ കേസിലാണ് ഫൈലം വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഡിവിഷൻ വരുന്നുണ്ടായിരിക്കുക ദാറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ എന്ത് വരുത്തും? ഡിവിഷൻ വരുത്തും. Then last category ആണ് that is kingdom. Kingdom is the biggest category. ഏറ്റവും വലിയ കാറ്റഗറി ആണ് എന്ത്? കിങ്ഡം എന്ന് പറയുന്നത്. പിടികിട്ടിയോ? സോ ദീസ് ആർ ദ കാറ്റഗറീസ്. ടാക്സോണമിക് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് എഴുതി വെക്കേണ്ടത്. ഓർഡറിൽ എഴുതണം. ഓർഡറിൽ എഴുതുക എന്നുള്ളത് മാത്രമല്ല, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ഇറ്റ് ഇസ് ലൈക്ക് നിങ്ങളിപ്പോൾ സ്പീഷീസ് താഴെ തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഇവിടെ സ്പീഷീസ് താഴെ കിങ്ഡം മുകളിലല്ലേ, നിങ്ങൾക്ക് സ്പീഷീസ് മുകളിൽ എഴുതാം. പക്ഷെ ആരോ മാർക്ക് ഡൗൺ ആരോ വെച്ച് കൊടുത്ത് എഴുതേണ്ടതായിട്ട് വരും. പിടികിട്ടിയോ? സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൺ തിങ് ഓൾസോ. നമ്മൾ ഡൗൺ ആരോ താഴേക്ക് ഡൗൺ ചെയ്ത് ഏറ്റവും താഴെ ആര് വരും? കിങ്ഡം വരും. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് the names and every other details of all these organisms. കേട്ടോ, ഇത് very important ആണ്. very important. First one, that is man. ഒന്നാമത്തെ ആളാണ് that is man. ഹോമോ സാപ്പിയൻസ് എന്നാണ് പേര്. ഇതിനകത്ത് ഹോമോ എന്ന് പറയുന്നത് ജീനസിൽ വരും ആൻഡ് സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷീസിൽ വരും. പക്ഷേ സ്പീഷീസ് അവിടെ കൊടുത്തിട്ടില്ല. യു ഹാവ് ടു ഓൺലി സ്റ്റഡി ജീനസ്. ദെൻ ഫാമിലി എന്ന് പറയുന്നത് ഹോമിനിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലി. ഓർഡർ ഇസ് പ്രൈമേറ്റ, ക്ലാസ് മമേലിയ, ഫൈലം കോഡേറ്റ ആൻഡ് കിങ്ഡം നമ്മൾക്ക് അറിയാവുന്ന പോലെ ദാറ്റ് ഈസ് എന്ത് കിങ്ഡം? അനിമൽ കിങ്ഡം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹൗസ് ഫ്ലൈ. നമ്മളുടെ മധുമക്കി അല്ലെങ്കിൽ നമ്മുടെ എന്തുവാ ചെറിയ ഈച്ച ഉണ്ടല്ലോ, മണികണ്ഠൻ ഈച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന. ഓക്കെ, അപ്പൊ ഹൗസ് ഫ്ലൈ ദാറ്റ് ഈസ് മസ്ക ഡൊമസ്റ്റിക്ക. മസ്ക ഡൊമസ്റ്റിക്കയിലെ മസ്കയാണ് ജീനസ് അല്ലെ, ആൻഡ് സ്പീഷീസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡൊമസ്റ്റിക്ക. മസ്സിഡേ എന്ന് പറയുന്നതാണ് ഫാമിലി വരുന്നത്. ഓർഡർ ഇസ് ഡിപ്റ്റെറ, ക്ലാസ് ഇസ് ഇൻസെക്റ്റ ആൻഡ് ആർത്രോപോഡ എന്ന് പറഞ്ഞ ഫൈലം അഗെയിൻ അനിമൽ കിങ്ഡത്തിൽ വരും. ദെൻ തേർഡ് വൺ ദാറ്റ് ഈസ് ആക്ച്വലി നമ്മളുടെ മാങ്ങ. ഓക്കെ, മാങ്ങയാണ്. ദാറ്റ് ഈസ് മാൻജിഫെറ ഇൻഡിക്ക. മാൻജിഫെറ ഇൻഡിക്ക നമ്മൾക്ക് അറിയാം. മാൻജിഫെറയാണ് ജീനസ് നെയിം, സ്പീഷീസ് നെയിം ഈസ് ഇൻഡിക്ക. ഫാമിലി വരുന്നത് അനാകാർഡിയേസിയേ. അനാകാർഡിയേസിയേ എന്ന് പറയുന്നതാണ് ഫാമിലി. ഈ പേരൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓർഡർ ഈസ് സാപ്പിൻഡേൽസ്. ക്ലാസ് എന്ന് പറയുന്നത് ഡൈക്കോട്ടിലഡനെയാണ്. ഫൈലം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൻജിയോസ്പെർമേ. ആൻഡ് നമ്മൾക്ക് ഇവിടെ ഫൈലം അല്ല, ഇറ്റ് ഈസ് ഡിവിഷൻ. കേട്ടോ, ഡിവിഷൻ ആണ്, കാരണം അതൊരു പ്ലാന്റ് ആയതുകൊണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ദ പ്ലാന്റ് കിങ്ഡം. ദെൻ ഫോർത്ത് വൺ ദാറ്റ് ഈസ് വീറ്റ്. വീറ്റ് ട്രിറ്റിക്കം എയ്സ്റ്റിവം ആണ്. ട്രിറ്റിക്കം ആണ് ഇതിനകത്ത് ജീനസ് ആയിട്ട് വരിക. എയ്സ്റ്റിവം ആണ് സ്പീഷീസ്. ആൻഡ് ഫാമിലി വരുന്നത് പൊയേസിയേ. ഓർഡർ ഈസ് പൊയേസ്. ക്ലാസ് മോണോകോട്ടിലഡനെ. അഗൈൻ ഫൈലം അല്ല, ഡിവിഷൻ ആണ്, ആൻജിയോസ്പെർമേ. ലാസ്റ്റ് വൺ ഇതിന്റെ കിങ്ഡം വിച്ച് ഇസ് ദ പ്ലാന്റ് കിങ്ഡം. നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് എനിക്ക് ഈ ഒരു ടേബിളിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഫ്രം യുവർ സൈഡ്. ആൻഡ് ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക, ഓർഡറിൽ പഠിച്ചു വെക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഇതൊന്ന് കാണാതെ പഠിക്കുക. സംടൈംസ് ദിസ് ടേബിൾ വിൽ ബി ഗിവൻ വിത്ത് ബ്ലാങ്ക് സ്പേസസ് ആൻഡ് യു ആർ സപ്പോസ് ടു ഫിൽ ദാറ്റ്. അപ്പൊ അതൊന്ന് ഓർത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദിസ് ഇസ് മച്ച് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. കഴിഞ്ഞു, ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? ഇന്ന് ടാക്സോണമിക് ഹയറാർക്കി കാറ്റഗറീസ് ആണ് പഠിച്ചത്. ഏറ്റവും ആദ്യം സ്പീഷീസ്, ഇൻഡിവിജ്വൽസിന്റെ ഒരു ഗ്രൂപ്പ്, കുറെ സിമിലാരിറ്റീസ് ഉള്ളത്. സ്പീഷീസിന്റെ ഗ്രൂപ്പാണ് എന്ത്? ജീനസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ജീനസിന്റെ ഗ്രൂപ്പ് ഫാമിലി എന്ന് പറയും. ദെൻ ഫാമിലിയുടെ ഗ്രൂപ്പാണ് ഓർഡർ. ഓർഡറിന്റെ ഗ്രൂപ്പാണ് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസിന്റെ ഗ്രൂപ്പാണ് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. ദെൻ ഫൈലത്തിന്റെ അല്ലെങ്കിൽ ഡിവിഷന്റെ ഗ്രൂപ്പാണ് എന്തൊക്കെ. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് 2-3 ജീവികളുടെയൊക്കെ സയന്റിഫിക് നെയിം പഠിച്ചു. ആൻഡ് ദെൻ ഈ ഒരു ടേബിൾ പഠിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ചാപ്റ്റർ
തീർന്നു, ഖത്തം ഹോ ഗയ. ഓക്കെ, അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. വി വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് നെക്സ്റ്റ് ചാപ്റ്റർ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അണ്ടിൽ ദെൻ, ടാറ്റ, ബൈ ബൈ. ആൻഡ് ഐ hope that you find this video helpful. If you find this video helpful, please do like, share, comment, subscribe and everything. And നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, യെസ്, അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. വിൽ സീ ഇൻ another video. Bye.